അസ്സലാമു അലൈക്കും. ഇന്ന് ചിക്കൻ പാർട്സ് ഒന്ന് വരട്ടിയെടുക്കാം. ലിവറും കക്കൊക്കെ പാടുണ്ടല്ലോ, മുട്ട ഇല്ലാത്ത പാർട്സ്. അപ്പോൾ ആ പാർട്സാണ് എടുത്തുക്കുന്നത്. ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സവാള, അതുപോലെ 3 തക്കാളി, ഒരു 5-6 പച്ചമുളക്, പിന്നെ 2 കറിവേപ്പിൻ്റെ ഇല എടുത്തുക്കണം. പിന്നെ അത് പാർട്സൊക്കെ ഒന്ന് നന്നായി കഴുകി ക്ലീനാക്കി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ അത് 2 കിലോനാണ് പാർട്സ് മേടിച്ചിട്ടുള്ളത്. ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിക്കണം. അതിലേക്ക് 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നിട്ട് കൊടുത്തിക്കണം. അതുപോലെ അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒന്നിട്ട് കൊടുത്തിക്കണം. ഇനി ഇത് വെളിച്ചെണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇല ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, എന്ത് കറിയാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയും സവാള ഒക്കെ ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇതൊരു വെളിച്ചെണ്ണയിൽ കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കിനെ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച പൊടികളാണ്. 2 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല 1/2 ടീസ്പൂണ്, കുരുമുളക് 1 ടീസ്പൂൺ എടുത്തിക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും എടുത്തിക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ സവാള ഇതൊക്കെ നന്നായി വഴറ്റി വന്നിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഇപ്പോൾ കാണിച്ച് തന്നില്ലേ, ഇനി ആ പൊടികൾ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ മുളകിൻ്റെയും കുരുമുളകിൻ്റെ ഒക്കെ ആ കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് 2 മിനിറ്റ് നേരം ഈ ഇതിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഇനി നേരത്തെ കഴുകി വെച്ച പാർട്സ് ഉണ്ടല്ലോ, അതിന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാർട്സ് ഇട്ട് കൊടുത്താൽ തീരെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിമേലെ മറിച്ചൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ എല്ലാ രൂപത്തിൽ തട്ടുന്ന വിധത്തിലൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3-4 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഒഴിക്കണമെന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് ആ ചിക്കൻ പാർട്സിലത്തെ ആ വെള്ളമൊക്കെ ഒന്നുകൊണ്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊക്കെ നന്നായി ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്നുംപാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മുളകും ഉപ്പും മസാലയൊക്കെ എല്ലാ ഭാഗമൊക്കെ ഒന്ന് തട്ടണ വിധത്തിലേ. ഇനി ഇത് ഇനിയും ഒരു അരമണിക്കൂർ നേരമൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വറ്റി വരുന്ന രൂപത്തിൽ. ഞാൻ ഇതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ മൂടി വെച്ചതായിരുന്നു കേട്ടോ. ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടേ. അപ്പോൾ ഇത് നല്ല കറക്റ്റ് അളവിൽ അതിൻ്റെ മസാലയും ഗ്രേവിയൊക്കെ കറക്റ്റ് അളവിലായി വന്നിക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കണ ലാസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിക്കണം. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ അടിപൊളി ആയി കിട്ടി കേട്ടോ. ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ സൂപ്പർ സാധനമാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.